മസാല ബോണ്ട് കേസിൽ ഇ.ഡി. സമൻസ് സ്റ്റേ ചെയ്യണമെന്ന മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. നിരവധി തവണ സമൻസ് നൽകിയിട്ടും എന്തുകൊണ്ട് ഹാജരാകുന്നില്ലെന്ന് തോമസ് ഐസക്കിനോട് ഹൈക്കോടതി ചോദിച്ചു. ചോദ്യം ചെയ്യുമ്പോൾ ഇ.ഡി. മര്യാദ വിട്ട് പെരുമാറില്ലെന്ന് ഉറപ്പാക്കാമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി. ഹാജരാകാൻ തോമസ് ഐസക് കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഹർജി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. അജീഷ്, നേരത്തെയും ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഈ സമൻസിനെ ഭയമെന്തിന്, അന്വേഷണവുമായി സഹകരിക്കേണ്ടേ എന്നുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നതാണ്. ഇപ്പോൾ ഇ.ഡി. സമൻസ് സ്റ്റേ ചെയ്യണമെന്നുള്ള ആവശ്യം കോടതി തള്ളുകയാണ്. കോടതി വ്യക്തമാക്കിയത് എന്താണ് അജീഷ്? റീജിത്ത്, മസാല ബോണ്ട് കേസ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതായത് സമ്മൻസ് ഇ.ഡിയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇ.ഡി അയച്ച സമ്മൻസ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചത്. പലതവണ ഈ കേസ് പരിഗണിച്ചപ്പോഴും കോടതി സൂചിപ്പിച്ചത് ഇ.ഡിയെ ഭയക്കുന്നതെന്തിന്, പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിക്കൂടെ എന്ന് മുമ്പും ചോദിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് വീണ്ടും ഈ കേസ് പരിഗണിച്ച സമയത്ത് കോടതി തോമസ് ഐസക്കിനോട് ചോദിച്ചത് ഹാജരായി മൊഴി നൽകുന്നതിൽ എന്താണ് പ്രശ്നമെന്ന്. എന്നാൽ തോമസ് ഐസക്കിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചത് ഈ ഇ.ഡിക്ക് ഈ കേസ് അന്വേഷിക്കാനുള്ള അധികാര പരിധി ഇല്ല എന്നും ഉപദ്രവം ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ലെന്നും തോമസ് ഐസക്കിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ വാദിച്ചു. എന്നാൽ കോടതി തിരിച്ചു ചോദിച്ചത് ഉപദ്രവം ഉണ്ടാകില്ലെന്ന് ഉറപ്പിക്കാമെന്നായിരുന്നു. മാത്രമല്ല, ചോദ്യം ചെയ്യൽ വീഡിയോയിൽ പകർത്താമെന്നും ഇ.ഡിയും സത്യവാങ്മൂലം നൽകുകയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ തോമസ് ഐസക് വാദിച്ചത് ഈ സമൻസിന് ഹാജരാകാനുള്ള സാവകാശം വേണമെന്നും ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ഒരു ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഈ ഹർജി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. കിഫ്ബിയും ഈ ഒരു സമൻസിൽ പങ്കുചേർന്നുകൊണ്ട് കിഫ്ബിയും ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു. ഈ രണ്ട് ഹർജികളും വെള്ളിയാഴ്ച ഇനി കോടതി ഒരുമിച്ച് പരിഗണിക്കും. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. ഇനി ചെറിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.